ഹായ് നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. അഫ്ഗാനിസ്ഥാനെതിരെ അവസാന ഏകദിനത്തിലും ഇന്ത്യക്ക് അത്യുജ്വല വിജയം. 21 ഓവറുകൾ ബാക്കി നിൽക്കെയാണ് ഇന്ത്യ 9 വിക്കറ്റിന് അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ന് വിജയം നേടിയത്. ടെസ്റ്റിൽ അഫ്ഗാനിസ്ഥാനെതിരെ വൻ വിജയം നേടിയ ഇന്ത്യ ആ പ്രകടനം ഏകദിനത്തിലും ആവർത്തിച്ചപ്പോൾ 3-0 ഇന്ത്യ സീരീസ് നേടിയെടുത്തത്. ഒരു ആശ്വാസ ജയമെങ്കിലും പ്രതീക്ഷിച്ച് ഇന്ന് കളത്തിലിറങ്ങിയ അഫ്ഗാനിസ്ഥാനെ പാടെ തകർത്ത് കളയുന്ന ബൗളിംഗ് പ്രകടനമായിരുന്നു ഇന്ത്യയ്ക്കു വേണ്ടി പ്രസീദ് കൃഷ്ണ നടത്തിയത്. 8.2 ഓവറുകൾ ബൗൾ ചെയ്ത് വെറും 23 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 മേഡിൻ ഓവർ അടക്കം 5 വിക്കറ്റുകളാണ് പ്രസീദ് കൃഷ്ണ നേടിയെടുത്തത്. 2.80 എന്ന എക്കണോമിയിലാണ് തന്റെ കരിയറിലെ ഏറ്റവും മികവുറ്റ പ്രകടനവുമായി ഇന്ന് അഫ്ഗാനിസ്ഥാനെതിരെ പ്രസീദ് കൃഷ്ണ നിറഞ്ഞാടിയത്. 86 പന്തുകളിൽ 3 സിക്സും 14 ഫോറും അടക്കം 110 റൺസ് എടുത്തുകൊണ്ട് ഇന്ത്യയെ അനായാസം വിജയത്തിലേക്ക് നയിച്ചത് ജയ്സ്വാൾ ആയിരുന്നെങ്കിലും അഫ്ഗാനിസ്ഥാന്റെ മുൻനിര 5 വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് പാടെ തകർത്തു കളഞ്ഞ ബൗളിംഗ് പ്രകടനവുമായി തിളങ്ങിയ പ്രസീദ് കൃഷ്ണ തന്നെയാണ് ഇന്നത്തെ കളിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മത്സരത്തിന്റെ എല്ലാ മേഖലയിലും ആധിപത്യം പുലർത്തിക്കൊണ്ടാണ് ഒരു ഏകപക്ഷീയ വിജയം ഇന്ത്യ നേടിയെടുത്തത്. ഹിറ്റ്മാൻ രോഹിത് ശർമ്മ 69 പന്തുകളിൽ 3 സിക്സും 9 ഫോറും അടക്കം 79 റൺസ് നേടിക്കൊണ്ട് കരുത്തുകാട്ടിയ മത്സരം കൂടിയായിരുന്നു ഇന്നത്തേത്. ഒരുപക്ഷേ ഇന്ന് രോഹിത് ശർമ്മയുടെ അവസാന ഇന്നിംഗ്സ് ആയിരിക്കും ഏകദിനത്തിൽ എന്ന ചർച്ചകളുണ്ടായിരുന്നു. അവസാന ഏകദിനമാണെങ്കിലും അല്ലെങ്കിലും രോഹിത് ശർമ്മ ഇന്ന് നടത്തിയത് ഒരു അത്യുജ്വല പ്രകടനം തന്നെയാണ്. തൻ്റെ ബാറ്റിംഗ് പ്രഹരശേഷി ഒട്ടും കൈമോശം വന്നിട്ടില്ലെന്ന് തെളിയിക്കുന്ന പ്രകടനം തന്നെയാണ് ഇന്നത്തെ മത്സരത്തിൽ രോഹിത് ശർമ്മ കാഴ്ചവെച്ചത്. തകർന്നു തരിപ്പണമായ അഫ്ഗാനിസ്ഥാൻ ബാറ്റിങ്ങിന് ആശ്വാസം പകർന്നത് ക്യാപ്റ്റൻ ഹഷ്മത്തുള്ള ഷഹീദിയുടെ സെഞ്ചുറി തന്നെയായിരുന്നു. 131 പന്തുകൾ നേരിട്ട് 1 സിക്സും 13 ഫോറും അടക്കം ക്യാപ്റ്റൻ നേടിയെടുത്തത് 102 റൺസ് ആയിരുന്നു. കൂട്ടുനിന്ന അസ്മത്തുള്ളയും മികവുറ്റ പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. 2 സിക്സും 6 ഫോറും അടക്കം 56 പന്തുകളിൽ 50 റൺസാണ് അസ്മത്തുള്ള ക്യാപ്റ്റനുമൊത്ത് നേടിയെടുത്തത്. ഇരുവരുടെയും ഇന്നിംഗ്സ് ആണ് ഒരു വൻ തകർച്ചയിൽ നിന്ന് അഫ്ഗാനിസ്ഥാനെ രക്ഷപ്പെടുത്തിയത്. എന്നാൽ 219 എന്ന ടാർഗറ്റിലേക്ക് ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ വളരെ അനായാസമാണ് ആ സ്കോർ പിന്തുടർന്നത്. 218 മറികടന്നത് വെറും 172 പന്തുകളിൽ നിന്നാണ്. ഇന്ത്യ വിജയിക്കുമ്പോൾ 19 പന്തിൽ 20 റൺസുമായി അയ്യരും 86 പന്തുകളിൽ നിന്ന് 110 റൺസോടെ ജയ്സ്വാളുമായിരുന്നു ക്രീസിലുണ്ടായിരുന്നത്. 29ാം ഓവർ ബോൾ ചെയ്യാനെത്തിയ മുഹമ്മദ് നബിയെ 6ലേക്ക് തൂക്കിക്കൊണ്ടാണ് തന്റെ 2ാം സെഞ്ചുറി ജയ്സ്വാൾ ഇന്ന് നേടിയത്. പിന്നീട് വിജയത്തിലേക്ക് 5 റൺസ് ആയിരുന്നു വേണ്ടിയിരുന്നത്. തൊട്ടടുത്ത പന്തിൽ ബൗണ്ടറി നേടുന്നു, സ്കോർ ലെവലിലെത്തുന്നു. വിജയത്തിലേക്ക് 1 റൺസ് വേണ്ട സമയത്ത് വീണ്ടും മുഹമ്മദ് നബിയെ 6ലേക്ക് പറത്തിക്കൊണ്ട് ഇന്ത്യക്ക് 9 വിക്കറ്റിന്റെ ആധികാരിക വിജയം നേടിക്കൊടുക്കുന്നു ജയ്സ്വാൾ. ക്യാപ്റ്റൻ ഗില്ലിൽ നിന്ന് ബാറ്റിങ്ങിന് ഇറങ്ങേണ്ടി വന്നില്ലെങ്കിലും ടൂർണമെന്റിലെ പ്ലെയർ ഓഫ് ദ സീരീസായി തെരഞ്ഞെടുക്കപ്പെട്ടത് ശുഭ്മാൻ ഗില്ല് തന്നെയായിരുന്നു. കഴിഞ്ഞ 2 മത്സരങ്ങളിലും ക്യാപ്റ്റൻ അത്യുജ്വല ബാറ്റിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത്. ആദ്യ മത്സരത്തിൽ 85ഉം സെക്കൻഡ് മത്സരത്തിൽ 152 റൺസുമായിരുന്നു ക്യാപ്റ്റൻ ഗിൽ നേടിയിരുന്നത്. ആ ഒരു പ്രകടനത്തിന്റെ മികവിൽ തന്നെയാണ് പ്ലെയർ ഓഫ് ദ സീരീസ് അവാർഡിന് ക്യാപ്റ്റൻ അർഹനായത്. അങ്ങനെ അഫ്ഗാനിസ്ഥാനെ ഇന്ത്യക്കെതിരെ ഒരൊറ്റ മത്സരം പോലും ജയിക്കാൻ കഴിയാതെ മടങ്ങേണ്ടി വരുന്നു. എല്ലാ മത്സരങ്ങളിലും സർവ്വമേഖലയിലും സർവാധിപത്യം പുലർത്തിക്കൊണ്ട് ഇന്ത്യൻ ടീം ജൈത്രയാത്ര തുടരുന്നു. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.